ഇനി ചെറുപുഴ പഞ്ചായത്തിലുള്ള എല്ലാവർക്കും ഈ റോഡ് ലാഭകരമാണോ? അല്ല. കേവലം 3 കിലോമീറ്ററിന്റെ വ്യത്യാസം മാത്രമാണ് ചെറുപുഴയിൽ നിന്നും പുളിങ്ങോം ഫോറസ്റ്റിൽ കൂടി അല്ലെങ്കിൽ പുളിങ്ങോത്ത് നിന്ന് കർണാടക ഫോറസ്റ്റിൽ കൂടി തലക്കാവേരി വഴി മൈസൂരിലേക്ക് എത്താൻ നമുക്ക് ഉണ്ടാകുന്നത്. കേവലം 3 കിലോമീറ്ററിന്റെ വ്യത്യാസം. പക്ഷേ പ്രചരിപ്പിക്കപ്പെട്ടത് 60 കിലോമീറ്റർ, 70 കിലോമീറ്റർ, 80 കിലോമീറ്റർ, 28 കിലോമീറ്റർ ദൂരം ഏഴിമല നേവൽ അക്കാദമിയിൽ നിന്നും അധികം സഞ്ചരിക്കേണ്ടി വരും പുളിങ്ങോം റോഡിൽ കൂടി സഞ്ചരിച്ചാൽ. സി കൃഷ്ണൻ MLA 2020 കാലഘട്ടത്തിലാണോ 21 2020 കാലഘട്ടത്തിൽ നിയമസഭയിൽ അവതരിപ്പിച്ച ഒരു വിഷയമാണ്. ഒരു 10 മിനിറ്റോളം നീണ്ടുനിന്ന ഈ റോഡുമായിട്ട് ബന്ധപ്പെട്ട് ഈ റോഡിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ചർച്ചയിൽ പറഞ്ഞത് 80 കിലോമീറ്റർ ലാഭമുണ്ട് മൈസൂറും ബാംഗ്ലൂരിൽ എത്താനെന്നാണ്. ഇരിക്കൂറും അതുപോലെ തളിപ്പറമ്പും പയ്യന്നൂരും അസംബ്ലിയിലൊക്കെ പെട്ടവർക്ക് ഏറ്റവും എളുപ്പമുള്ള ഒരാളാണ്. ഒരിക്കലുമല്ല. അതായത് ദൂരത്തിൻ്റെ ലാഭത്തിൽ ഇരിക്കൂർ അസംബ്ലിയിൽ വരുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ തളിപ്പറമ്പ് അസംബ്ലിയിൽ വരുന്ന ആളുകൾക്ക് ഒരിക്കലും ഈ റോഡ് 1 കിലോമീറ്റർ പോലും ദൂരം കുറയ്ക്കുന്നില്ല. പ്രിയമുള്ളവരെ, ശ്രീനവിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ചെറുപുഴയുമായി തീർത്തും ബന്ധപ്പെട്ടൊരു വിഷയമാണ്, അല്ലെങ്കിൽ ചെറുപുഴയുടെ പരിസര പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ടൊരു വിഷയമാണ്. മറ്റൊന്നുമല്ല, പുളിങ്ങോം വാഗമണ്ഡലം റോഡ് കേരളത്തെയും കർണാടകത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പുളിങ്ങോം വാഗമണ്ഡലം റോഡിനെ സംബന്ധിച്ച കണക്കുകൾ കൃത്യമായി വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ നിങ്ങളുമായി പങ്കുവയ്ക്കാനുമാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ഉപയോഗിക്കുന്നത്. ചെറുപുഴയ്ക്ക് അപ്പുറത്തുള്ള ആളുകൾ ഒരുപക്ഷെ ഈ റോഡിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവില്ല. ഏതാണ്ട് ഒരു പയ്യന്നൂർ വരെ ഏഴിമല വരെയുള്ള ആളുകൾ അല്ലെങ്കിൽ ഈസ്റ്റ് എളേരി പഞ്ചായത്ത്, ആലക്കോട് പഞ്ചായത്തിലുള്ള ആളുകളൊക്കെ ഈ റോഡുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ ഒരുപക്ഷെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കാം. എന്താണ് ഈ ഏഴിമല വാഗമണ്ഡലം റോഡ്? അല്ലെങ്കിൽ അത് പുളിങ്ങോം വാഗമണ്ഡലം റോഡ് എന്ന് അറിയപ്പെടുന്നുണ്ട്. ഏഴിമല വാഗമണ്ഡലം മൈസൂർ ബാംഗ്ലൂർ പാതയെന്നും അറിയപ്പെടുന്ന ഒരു റോഡാണിത്. ഈ റോഡിനെ സംബന്ധിച്ച ചർച്ചകൾ ഞാനൊക്കെ ഓർമ്മ വെച്ച കാലം മുതൽ കേട്ടിട്ടുണ്ട്. ഏതാണ്ട് 50 വർഷമായിട്ട് ഈ റോഡിനെ സംബന്ധിച്ച ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. കേരളത്തിലെ പുളിങ്ങോം എന്ന സ്ഥലത്തു നിന്നും പുളിങ്ങോത്തു നിന്ന് തുടങ്ങുന്ന ഒരു വനഭൂമിയിൽ കൂടിയുള്ള റോഡ് വനത്തിൽ കൂടി 23 കിലോമീറ്ററോളം സഞ്ചരിച്ച് തലക്കാവേരിയിലെത്തി, തലക്കാവേരിയിൽ നിന്നും 8 കിലോമീറ്ററോളം അവിടുന്ന് ദൈർഘ്യമുള്ള അല്ലെങ്കിൽ ദൂരമുള്ള വാഗമണ്ഡലത്തിലെത്തി ആ വഴി മൈസൂരും ബാംഗ്ലൂരേക്കും ഒരു എളുപ്പ പാത എന്ന നിലയിൽ ദീർഘകാലമായി ചർച്ച നടത്തുകയും ഒരുപാട് ആളുകൾ ഒരു നാടിൻ്റെ വികസനത്തിന് വേണ്ടി മുന്നിട്ടിറക്കുകയും ചെയ്ത ഒരു റോഡാണ് ഏഴിമല പുളിങ്ങോം വാഗമണ്ഡലം മൈസൂർ അല്ലെങ്കിൽ ബാംഗ്ലൂർ പാത. ഈ റോഡിനെ സംബന്ധിച്ച് പ്രചരിപ്പിക്കേണ്ട ചില കണക്കുകളിലെ കൃത്യതയില്ലായ്മയോ അല്ലെങ്കിൽ വസ്തുതയില്ലായ്മയോ വ്യക്തമാക്കുക എന്നത് മാത്രമാണ് എൻ്റെ ഇന്നത്തെ വീഡിയോയുടെ ലക്ഷ്യം. തീർച്ചയായിട്ടും ഈ റോഡ് വന്നാൽ അത് ഈ നാട്ടിലെ ആളുകളുടെ ഒരു ചിരകാല സ്വപ്നമാണ്. എന്നാൽ ആ റോഡുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രചരിപ്പിക്കുന്ന കണക്കുകളിലെ അല്ലെങ്കിൽ ആ റോഡ് വന്നാൽ നമുക്ക് കിട്ടുന്ന നേട്ടങ്ങളെ സംബന്ധിച്ച ചർച്ചകൾ നടക്കുമ്പോൾ ഒരു പക്ഷേ അതിൻ്റെ യഥാർത്ഥ കണക്കുകൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ റോഡിൻ്റെ നേട്ടം എത്രയെന്ന് നമ്മൾ ഒന്നും കൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ പുളിങ്ങോം വരെ നിലവിൽ റോഡുണ്ട്. നമ്മുടെ കേരള സംസ്ഥാനത്തെ നല്ല മക്കാടം റോഡ് പുളിങ്ങോം വരെയുണ്ട്. അവിടുന്ന് മൺ റോഡ് നിലവിലുണ്ടായിരുന്നു. 99 വരെ 1999 വരെ അത്യാവശ്യം വാഹനങ്ങളൊക്കെ ഓഫ് റോഡ് വാഹനങ്ങളൊക്കെ കടത്തിവിടുന്ന ഒരു റോഡ് നിലവിലുണ്ടായിരുന്നു. ആ റോഡിൽ കൂടി ധാരാളം ആളുകൾ സഞ്ചരിക്കുകയൊക്കെ ചെയ്തിരുന്നു. നടന്നും വാഹനങ്ങൾ കൂടിയൊക്കെ തലക്കാവേരി ക്ഷേത്രത്തിലേക്കുമൊക്കെ ആളുകൾ സഞ്ചരിച്ചിരുന്നൊരു കാലമുണ്ടായിരുന്നു. അത് 1999 ആ റോഡ് കർണാടക വനംവകുപ്പ് അടയ്ക്കുന്നത്. പിന്നീട് ആ വഴിയുള്ള സഞ്ചാരം അത്യാവശ്യം കുറച്ച് കാലങ്ങളിലൊക്കെ ആളുകൾ നടന്നൊക്കെ പോകുമായിരുന്നു. പക്ഷേ വാഹന ഗതാഗത സാധ്യമല്ലായിരുന്നു. പിന്നീട് ആ വാഗമണ്ഡലത്തിൽ എത്താനുള്ള മാർഗം എന്നത് പാണത്തൂർ വഴിയുള്ള ഒരു റോഡാണ്. ഈ റോഡിൻ്റെ മെച്ചം എന്ന് പറഞ്ഞാൽ ഏഴിമല നേവൽ അക്കാദമിക്കും അതുപോലെ CRPFനും ഒക്കെ എളുപ്പത്തിൽ മൈസൂരേക്കും അല്ലെങ്കിൽ ബാംഗ്ലൂരേക്കുമൊക്കെ എത്താൻ കഴിയുന്ന ഏതാണ്ട് 70-80 കിലോമീറ്ററോളം ദൂരം ലാഭിക്കാൻ കഴിയുന്ന ഒരു പാതയെന്നാണ് ഈ റോഡിനെ വിശേഷിക്കപ്പെട്ടതും അല്ലെങ്കിൽ ആ റോഡിൻ്റെ ചർച്ച നടന്നതും. നമ്മുടെ വാഗമണ്ഡലവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അവിടെ നിന്ന് നമ്മുടെ പയ്യന്നൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം അല്ലെങ്കിൽ തളിപ്പറമ്പ് രാജേശ്വരി ക്ഷേത്രം, പുളിങ്ങോം മകം, അതുപോലെ കേരളത്തിലെ ആളുകൾക്ക് തലക്കാവേരിയിലെ ക്ഷേത്രം, ഇവിടെയൊക്കെ എളുപ്പത്തിൽ സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു പാതയെന്നും ഈ റോഡ് അറിയപ്പെടുന്ന ഒരു തീർത്ഥാടന പാതയായിട്ടും അതിനെ വിശേഷിക്കുന്നു. ഒരുപാട് ചർച്ചകൾ നടന്നിട്ടുണ്ട്. ഈ റോഡിൻ്റെ ഒരു ദൂരം ഇപ്പോൾ നിലവിൽ പുളിങ്ങോത്ത് നിന്ന് അല്ലെങ്കിൽ ചെറുപുഴയിൽ നിന്നും നമ്മുടെ മൈസൂരേക്ക് അല്ലെങ്കിൽ ബാംഗ്ലൂരേക്കൊക്കെയുള്ള റോഡ് കൂടുതൽ ഉപയോഗിക്കുന്നത് ചെറുപുഴ ഇരിട്ടി വഴി വീരാജ്പേട്ട കൂടി മൈസൂരേക്ക് പോകുന്ന പാതയാണ്. ഇതല്ലെങ്കിൽ മറ്റൊരു പാത എന്നത്
പാണത്തൂർ വഴി ഭാഗമണ്ഡലം ചെന്ന് മടിക്കേരി വഴി ഈ പറയുന്ന മൈസൂരേക്കുള്ള പാതയാണ്. ഈ രണ്ട് പാതകളും നിലവിൽ ഒരു പാതയാണ്. ആ പാതയിൽ തന്നെ ആളുകൾ കൂടുതൽ ഉപയോഗിക്കുന്നത് വിരാജ്പേട്ട റോഡാണ്. ചെറുപുഴയിൽ നിന്ന് ഉള്ള സ്ഥലം, ചെറുപുഴ ചിറ്റാരിക്കാല ഭാഗത്തുള്ളവർക്കൊക്കെ വിരാജ്പേട്ട റോഡാണ് താരതമ്യേന എളുപ്പം. അതിൻ്റെ ഒരു കണക്കിലേക്ക് പറഞ്ഞാൽ ചെറുപുഴയിൽ നിന്നും മൈസൂർ വരെ 195 കിലോമീറ്ററാണ് വിരാജ്പേട്ട വഴി ഉള്ള റോഡിലുള്ളത്. 195 കിലോമീറ്റർ. നമ്മൾ ചെറുപുഴയിലെ ഏതാണ്ട് ആ സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ ഒരു പരിസരത്ത് നിന്നും ഈ കണക്കുകളിൽ 1 കിലോമീറ്ററൊക്കെ ദൂരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരു കമ്പയർ ചെയ്യുമ്പോൾ ഒരു മാറ്റം വരാൻ സാധ്യതയുണ്ട്. കാരണം അത് നമ്മളൊരു പോയിന്റ് ചിലപ്പം ഒരു 28.5 അല്ലെങ്കിൽ ഒരു 1/2 കിലോമീറ്ററൊക്കെ ദൂരം നമ്മൾ റൗണ്ട് ചെയ്ത് കണക്ക് കൂട്ടുമ്പോൾ ചിലപ്പോൾ ഒരു മാറ്റമൊക്കെ വരാം. അത് പ്രിയപ്പെട്ടവർ ക്ഷമിക്കുക. 195 കിലോമീറ്ററാണ് ചെറുപുഴ വിരാജ്പേട്ട വഴി മൈസൂരേക്കുള്ള ഒരു ദൂരം. മൈസൂർ പാലസിനെയാണ് നമ്മൾ ബേസിക് ഒരു പോയിന്റായിട്ട് എടുത്തത്. മൈസൂർ പാലസ് ഒരു പ്രധാന പോയിന്റ് ആയതുകൊണ്ട്. എന്നാൽ ഇത് പാണത്തൂർ വഴി, ഞാൻ പറഞ്ഞു പാണത്തൂർ വഴി മറ്റൊരു പാത ഉണ്ടെന്നുകൊണ്ട് പാണത്തൂർ വഴി പോയാൽ 224 കിലോമീറ്റർ ദൈർഘ്യം വരും. പാണത്തൂർ വഴി പോയാൽ, നമ്മുടെ പാണത്തൂർ വഴി പോയാൽ. പക്ഷേ അവിടെ 29 കിലോമീറ്ററിൻ്റെ അധിക ദൂരം സഞ്ചരിക്കേണ്ടി വരും ചെറുപുഴക്കാരന്. അല്ലെങ്കിൽ ചെറുപുഴയിൽ നിന്നും വരുന്ന ഒരാളെ സംബന്ധിച്ച് 29 കിലോമീറ്റർ അധികം സഞ്ചരിച്ചാൽ മാത്രമേ പാണത്തൂർ വഴി വരും. അപ്പോൾ കൂടുതലും ചെറുപുഴയിലെ ആളുകൾ ഉപയോഗിക്കുന്നത് ഈ പറയുന്ന വിരാജ്പേട്ട വഴിയുള്ള റോഡായിരിക്കും. നമ്മൾ ഈ റോഡിൻ്റെ ലാഭത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ ചെറുപുഴയിൽ നിന്നും പുളിങ്ങം കൂടി തലക്കാവേരി വഴി സഞ്ചരിച്ച് മൈസൂർ എത്തണമെങ്കിൽ 191 ചില്ലറയും ആണ് വരുന്നത്. അല്ലെങ്കിൽ ഒരു 192 റൗണ്ട് ചെയ്യുന്ന കൂട്ടിയാൽ നമ്മൾ ആ റോഡിൻ്റെ ലാഭം ചെറുപുഴയിൽ നിന്നും വിരാജ്പേട്ട വഴി മൈസൂരേക്ക് പോയാലുള്ള റോഡിൻ്റെ ദൂരം 195 കിലോമീറ്റർ. ചെറുപുഴയിൽ നിന്നും പുളിങ്ങോം വഴി തലക്കാവേരി വഴി മൈസൂരേക്ക് പോയ 192 കിലോമീറ്റർ. കേവലം 3 കിലോമീറ്ററിൻ്റെ വ്യത്യാസം മാത്രമാണ് ചെറുപുഴയിൽ നിന്നും പുളിങ്ങോം ഫോറസ്റ്റിൽ കൂടി അല്ലെങ്കിൽ പുളിങ്ങോത്ത് നിന്ന് കർണാടക ഫോറസ്റ്റിൽ കൂടി തലക്കാവേരി വഴി മൈസൂരിലേക്ക് എത്താൻ നമുക്ക് ഉണ്ടാകുന്നത്. കേവലം 3 കിലോമീറ്ററിൻ്റെ വ്യത്യാസം. പക്ഷേ പ്രചരിപ്പിക്കപ്പെട്ടത് 60 കിലോമീറ്റർ, 70 കിലോമീറ്റർ, 80 കിലോമീറ്റർ, 100, 110 കിലോമീറ്റർ. ഞാൻ ഒരുപാട് ആളുകളുമായി ചോദിച്ചു. പലരും പറയുന്നത് 60 കിലോമീറ്റർ, 70 കിലോമീറ്റർ ലാഭമെന്നാണ്. പക്ഷേ എന്തോ കുറേ കാലമായി ഇത് ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമായതിനാലായിരിക്കാം ഒരുപക്ഷെ ജനങ്ങളുടെ മനസ്സിൽ, എൻ്റെയൊക്കെ മനസ്സിലുണ്ടായിരുന്നൊരു ധാരണ അങ്ങനെയായിരുന്നു. പക്ഷേ അതിനെ സംബന്ധിച്ച വസ്തുതകൾ ഒന്ന് വിലയിരുത്തി നോക്കിയപ്പോൾ കിട്ടിയൊരു അറിവ് അല്ലെങ്കിൽ അത് മനസ്സിലാക്കിയ ചില കാര്യങ്ങളാണ് നിങ്ങളോട് ഞാൻ പങ്കുവെക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചർച്ച ഇനി ദീർഘകാലമായിട്ട് നടക്കുന്നുണ്ട്, ഇപ്പോഴും നടക്കുന്ന ഒരു ചർച്ചയാണ്. ഇനി നമ്മളിത് പുളിങ്ങോത്തുനിന്ന്, ഈ റോഡിൻ്റെ ഏറ്റവും ആരംഭം തുടങ്ങുന്നത് പുളിങ്ങോത്തുനിന്നാണ് ഞാൻ പറഞ്ഞത്. ഏറ്റവും ലാഭം ഉണ്ടാകുന്ന പുളിങ്ങോം സ്വദേശികൾക്കാണ്. അല്ലെങ്കിൽ പുളിങ്ങോത്തുനിന്ന് ആരംഭിക്കുന്ന ആ ഫോറസ്റ്റ് നിലവിലൊരു പാത, ആ പാതയിൽ ഒരു പാലം ഫോറസ്റ്റിലേക്കുണ്ട്. വളരെ വർഷങ്ങൾക്ക് 2005 കാലഘട്ടത്തിൽ കേന്ദ്ര റോഡ് ഫണ്ട് പദ്ധതി പ്രകാരം 5.5 കോടി രൂപ ചെലവഴിച്ച് പുളിങ്ങോത്ത് നിന്ന് പുഴയ്ക്ക് കുറുകെ ഒരു പാലമുണ്ടാക്കി ആ പുഴയുടെ അക്കരെ, പാലത്തിൻ്റെ അക്കരയിൽ നിന്നാണ് ഫോറസ്റ്റ് ആരംഭിക്കുന്നത്. ആ ഫോറസ്റ്റിൽ കൂടെ ഒരു സഞ്ചാരം സാധിക്കുമെന്ന പ്രതീക്ഷയിൽ പാലം ഉണ്ടാക്കി. പക്ഷേ എത്രയൊക്കെ ആലോചനയുടെ അടിസ്ഥാനത്തിൽ, എത്രയൊക്കെ ആ റോഡിന് അനുമതി കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ പാലം നിർമ്മിച്ചത് എന്നത് ഇന്നും ഒരു ചോദ്യചിഹ്നമാണ്. 19 വർഷമായി മറ്റൊരു എൻഡില്ലാതെ അല്ലെങ്കിൽ ആ പാലം ഒരു അവശേഷിക്കുകയാണ്. പക്ഷേ അതിന് കുറച്ച് ആളുകൾക്ക് അവിടെ താമസിക്കുന്ന കർണാടക ഏരിയയിൽ അല്ലെങ്കിൽ കർണാടക വനത്തിനോട് ചേർന്ന് താമസിക്കുന്ന കുറച്ച് മലയാളി കുടുംബങ്ങളുണ്ട്. അവരെ സംബന്ധിച്ച് അത് വളരെ ഗുണകരമാണ്. 5 പേരാണെങ്കിൽ 5 പേർക്ക് പോലും ഗുണകരമാണ് ഒരു പാലം അവരുടെ സഞ്ചാരത്തിനും. അതുകൊണ്ട് ആ പാലം ഒന്നും ഒരു നഷ്ടമായിട്ട് ഒരിക്കലും നമുക്ക് വിലയിരുത്തേണ്ടതില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം, പുളിങ്ങോത്ത് നിന്നാണ് റോഡ് ആരംഭിക്കുന്നതെന്ന് പറഞ്ഞു. പുളിങ്ങോത്ത് നിന്നുള്ള ലാഭം നമ്മൾ നോക്കാം. പുളിങ്ങോത്ത് നിന്ന് ചെറുപുഴ വഴി വിരാജ്പേട്ട കൂടി മൈസൂർ പോകാൻ നമുക്ക് 202 കിലോമീറ്റർ സഞ്ചരിക്കേണ്ടി വരും. 202 കിലോമീറ്റർ. ആ കണക്ക് നിങ്ങളൊന്ന് ഓർമ്മയിൽ വെച്ചു. 202 കിലോമീറ്റർ. ഇനി പുളിങ്ങോത്ത് നിന്ന് പാണത്തൂർ വഴി നമ്മൾ പോകണമെങ്കിൽ 223 കിലോമീറ്റർ സഞ്ചരിക്കേണ്ടി വരും. അതായത് 21 കിലോമീറ്റർ പാണത്തൂർ വഴി അധികമുണ്ട്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും വിരാജ്പേട്ട റോഡിനെ അടിസ്ഥാനമാക്കി എടുക്കാം. ചെറുപുഴ, വിരാജ്പേട്ട അല്ലെങ്കിൽ മൈസൂർ റോഡ്. ഇനി നമ്മൾ പുളിങ്ങോത്ത് നിന്ന് തലക്കാവേരി വഴി നമ്മൾ പോയാൽ പുളിങ്ങോത്ത് നിന്ന് 23 കിലോമീറ്റർ സഞ്ചരിക്കണം തലക്കാവേരി വരെ. തലക്കാവേരിയിൽ നിന്ന് മൈസൂർ വരെ 162 കിലോമീറ്റർ ഉണ്ട്. ആകെ 185 കിലോമീറ്റർ സഞ്ചരിച്ചാലാണ് നമുക്ക് പുളിങ്ങോത്ത് ഫോറസ്റ്റിൽ കൂടി സഞ്ചരിച്ച് തലക്കാവേരി വഴി നമുക്ക് മൈസൂർ എത്താൻ സാധിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ലാഭം പുളിങ്ങോം സ്വദേശം അല്ലെങ്കിൽ പുളിങ്ങോത്ത് നിന്ന് ആരംഭിച്ചാൽ ഏറ്റവും അവസാനത്തെ പോയിന്റ്, ഏറ്റവും ലാഭം തുടങ്ങുന്ന, ഏറ്റവും അധികം ലാഭം ലഭിക്കുന്നത് പുളിങ്ങോത്ത് നിന്നായിരിക്കാം. അപ്പോൾ ആ പുളിങ്ങോത്ത് നിന്നുള്ള ലാഭം എന്നത് വിരാജ്പേട്ട വഴി പോകുന്നതിനേക്കാളും പുളിങ്ങോം വഴി പോകുവാണെങ്കിൽ നമുക്ക് 16 അല്ലെങ്കിൽ 17 കിലോമീറ്റർ, അതിൻ്റെ ആ 1 കിലോമീറ്ററിലേക്ക് മാറ്റം വരാം. അതുകൊണ്ട് ഞാനത് അങ്ങനെ പറഞ്ഞു. 16 അല്ലെങ്കിൽ പരമാവധി പോയാൽ 17 കിലോമീറ്റർ ലാഭമാണ് പുളിങ്ങോത്ത് നിന്നുണ്ടാകുന്നത്. പക്ഷേ പ്രചരിപ്പിക്കപ്പെട്ടതോ സി കൃഷ്ണൻ MLA 2020 കാലഘട്ടത്തിലാണോ 21-ലാണോ 2020 കാലഘട്ടത്തിൽ നിയമസഭയിൽ അവതരിപ്പിച്ച ഒരു വിഷയമാണ്. ഒരു 10 മിനിറ്റോളം നീണ്ടുനിന്ന ഈ റോഡുമായിട്ട് ബന്ധപ്പെട്ട് ഈ റോഡിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ചർച്ചയിൽ പറഞ്ഞത് 80 കിലോമീറ്റർ ലാഭമുണ്ട് മൈസൂറും ബാംഗ്ലൂരിൽ എത്താനെന്നാണ്.
ആ കണക്ക് എവിടെ നിന്നാണ് ലഭിച്ചതെന്ന് എനിക്കറിയില്ല. ഒരു പക്ഷേ അതുമായി ബന്ധപ്പെട്ട ആളുകൾ പങ്കുവെച്ച ഒരു വിവരങ്ങൾ അദ്ദേഹം പറഞ്ഞതായിരിക്കാം. അദ്ദേഹമൊക്കെ ആ റോഡുമായിട്ട് ബന്ധപ്പെട്ട് പോസിറ്റീവായിട്ടൊരു സമീപനം എടുത്താണ് ആ റോഡ് യാഥാർത്ഥ്യമാകുന്നതിന് ശേഷം. പക്ഷേ അതിൻ്റെ ലാഭത്തെക്കുറിച്ചുള്ള കണക്കിൽ 80 കിലോമീറ്ററാണ് പറഞ്ഞത്. ഇനി മലയാള മനോരമയുടെ ഓൺലൈനിൽ ഒരിക്കൽ ഞാനത് 80 കിലോമീറ്റർ വായിച്ചു, പിന്നീട് വായിച്ചപ്പോൾ 90 കിലോമീറ്റർ വായിച്ചു. അവിടെയും കൃത്യമായൊരു കണക്കല്ല. മലയാള മനോരമ ഓൺലൈൻ പതിപ്പിൽ 2 പ്രാവശ്യമോ അല്ലെങ്കിൽ പത്രത്തിലൊക്കെ വന്ന രേഖകളൊക്കെ എങ്ങനെയായിരിക്കാം. ടി.വി. രാജേഷ് MLA, മുൻ കലാശ്ശേരി MLA പറഞ്ഞൊരു കണക്ക് 110 കിലോമീറ്റർ ഒരു വീഡിയോയിൽ അദ്ദേഹം പങ്കുവെക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചതാണ്. 100 അല്ലെങ്കിൽ 110 കിലോമീറ്ററോളം മൈസൂരേക്കും ബാംഗ്ലൂരേക്കും ലാഭമുണ്ടെന്നാണ്. പക്ഷേ യഥാർത്ഥ ലാഭം ചെറുപുഴയിൽ നിന്ന് കേവലം 3-4 കിലോമീറ്ററും പുളിങ്ങോത്തുനിന്നാണെങ്കിൽ 16 അല്ലെങ്കിൽ 17 കിലോമീറ്ററാണ്. ഞാൻ ആ പോയിന്റിനെ ഒന്ന് റൗണ്ട് ചെയ്തുകൊണ്ടാണ് 3-4 എന്നും അല്ലെങ്കിൽ 16-17 എന്ന് വിശേഷിച്ചത്. കേവലം 4 കിലോമീറ്റർ ചെറുപുഴയിൽ നിന്നുള്ള ലാഭ റോഡിന് നമ്മൾ വനഭൂമി കട്ട് ചെയ്യണമെന്ന് പറഞ്ഞത് 23 കിലോമീറ്ററാണ്. അതിനകത്ത് 13 കിലോമീറ്റർ വന്യജീവി സംരക്ഷണ കേന്ദ്രമാണ്. നമ്മൾ ഈ റോഡിൻ്റെ യാഥാർത്ഥ്യമാകുന്നതിനെക്കുറിച്ച് ചർച്ചയൊക്കെ നടന്നപ്പോൾ ഒരുപാട് പറഞ്ഞു കർണാടക ഗവൺമെൻറ്റിന് സാധിച്ചില്ല, അല്ലെങ്കിൽ കേരളത്തിലും കർണാടകത്തിലും കോൺഗ്രസ് ഭരിച്ചിരുന്നത് സാധിച്ചില്ല, അല്ലെങ്കിൽ കേന്ദ്രത്തിൽ AK-ആന്റണി പ്രതിരോധ മന്ത്രിയായിരുന്നപ്പോൾ ആ റോഡിന് വേണ്ടി ശ്രമിച്ചില്ല. ഒരുപാട് ആളുകൾ യാഥാർത്ഥ്യമറിയാതെ കുറ്റം വിധിക്കുന്നത് ഞാൻ ഒരുപാട് തവണ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഞാൻ തീർത്തും വ്യക്തമായിട്ട് തന്നെ പറയട്ടെ, ഈ റോഡിൻ്റെ ലാഭത്തെക്കുറിച്ച് ചിന്തിച്ചാൽ ഒരു പക്ഷേ ഈ റോഡ് യാഥാർത്ഥ്യമാകില്ല. ഈ റോഡ് യാഥാർത്ഥ്യമാകണമെങ്കിൽ അതിന് മറ്റൊരു കാരണം ഉണ്ടാകണം. റോഡിൻ്റെ ലാഭം പുളിങ്ങോത്ത് നിന്ന് പരമാവധി 16 കിലോമീറ്റർ ആണ്. അപ്പോൾ നമ്മൾ വനഭൂമി കട്ട് ചെയ്യേണ്ടതോ 23 കിലോമീറ്റർ. നിലവിൽ റോഡുണ്ട്, പക്ഷേ അതിൻ്റെ വീതിയൊക്കെ കൂട്ടി വേണ്ടി വരും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മറ്റ് ഏരിയകളിലേക്കൂടെ നമ്മൾ ചിന്തിക്കാം. ഇനി ചെറുപുഴ പഞ്ചായത്തിലുള്ള എല്ലാവർക്കും ഈ റോഡ് ലാഭകരമാണോ? അല്ല. ഏതാണ്ട് ചെറുപുഴ പഞ്ചായത്തിലെ രാജഗിരിക്കും കുറച്ച് അല്പം മുകളിൽ കമ്മാളി എന്ന സ്ഥലത്ത് തൊട്ട് ആളുകൾ വിരാജ്പേട്ട റോഡിൽ കൂടി പോകുന്നതാണ് ലാഭം. അതായത് 1 കിലോമീറ്റർ പോലും അവർക്ക് ലാഭമില്ല. ഇനി ചെറൂർ പഞ്ചായത്തിലെ പാക്കഞ്ഞിക്കാട് അല്ലെങ്കിൽ പാക്കഞ്ഞിക്കാട് തിരുമേനി അല്ലെങ്കിൽ മഞ്ഞക്കാട് ഏരിയയിലുള്ളവർക്കൊക്കെ വിരാജ്പേട്ട കൂടി പോകുന്നതാണ് ലാഭം. തിരുമേനിയിലുള്ള ആളുകളുടെ ഒരു കണക്ക് ഞാൻ പറയാം. തിരുമേനിക്കാർ ഇപ്പോൾ എയ്യൻകൽ വഴി ഒരു റോഡുണ്ട് നമുക്ക് ആലക്കുഴയ്ക്കൊക്കെ എത്താവുന്നത്. ആ റോഡിൽ കൂടി സഞ്ചരിച്ചാൽ തിരുമേനിക്കാർക്ക് 193 കിലോമീറ്ററാണ് മൈസൂർ വഴി പോകാൻ, അതായത് വിരാജ്പേട്ട വഴി. പക്ഷേ ആ റോഡ് പുളിങ്ങോം കൂടി പോയാലും 200 കിലോമീറ്റർ സഞ്ചരിക്കണം. അതായത് തിരുമേനിയിലുള്ള ആൾ മെക്കാടൻ റോഡിൽ കൂടി ചെറുപുഴ വഴി പുളിങ്ങോം വഴി തലക്കാവേരി വഴി മൈസൂരേക്ക് എത്തണമെങ്കിൽ അല്ലെങ്കിൽ ബാംഗ്ലൂർ എത്തണമെങ്കിലൊക്കെ അത് ഏതാണ്ട് സെയിം ദൂരമായിരിക്കും. മൈസൂർ ബാംഗ്ലൂർ ദൂരം മാത്രമേ കൂടുതൽ വരുള്ളൂ. അവർക്ക് 7 കിലോമീറ്റർ അധികം സഞ്ചരിക്കണം. തിരുമേനിക്കാർക്ക് ചെറുപുഴ പഞ്ചായത്തിൽ തന്നെയുള്ള തിരുമേനിക്കാർക്ക് 7 കിലോമീറ്റർ അധികം സഞ്ചരിക്കണം. ഇനി തിരുമേനിയിൽ നിന്ന് മഞ്ഞക്കാട് കൂടി ആലക്കോട് വഴി വിരാജ്പേട്ട പോകണമെങ്കിലും 198 കിലോമീറ്റർ. അവിടെയും ചെറുപുഴയിൽ കൂടി പുളിങ്ങോം വഴിയുള്ളതിനേക്കാളും 2 കിലോമീറ്റർ ലാഭം അവർക്കുണ്ട്. അതായത് തിരുമേനി സ്വദേശികൾക്ക് ഒരു തരത്തിലും, അതായത് പഞ്ചായത്ത് റോഡ് പോലെ പോക്കറ്റ് റോഡിൽ കൂടെ ഒക്കെ കയറി വെച്ചാൽ കുറച്ചുകൂടി ലാഭം ഉണ്ടാകും കേട്ടോ, ഒരു പക്ഷേ. എന്നാലും തുല്യമായിരിക്കും ദൂരം തമ്മിൽ. തിരുമേനി സ്വദേശികളാണ്. ഇനി പാടിച്ചാലുകാരാണെങ്കിലോ, പാടിച്ചാലുകാർ തട്ടുമ്മൽ നിന്ന് മഞ്ഞക്കാടേക്ക് എന്തെങ്കിലും റോഡിലൂടെ സഞ്ചരിച്ചാൽ 1 കിലോമീറ്റർ ഒരു മോശം റോഡ്, കുറച്ചൊരു അല്പം പഞ്ചായത്ത് റോഡ്, അതിലൂടെ സഞ്ചരിച്ചാലും അവർക്കും ഏതാണ്ട് തുല്യമാണ്. പിന്നെ അങ്ങോട്ടേക്ക് പോകുന്ന എല്ലാവർക്കും, അതായത് ചെറുപുഴ പാലത്തിൽ കൂടി സഞ്ചരിക്കാവുന്ന ഒരാൾക്ക് പരമാവധി കിട്ടുന്ന ലാഭം ചെറുപുഴ പാലത്തിൽ കൂടെ 4 കിലോമീറ്ററാണ്. അത് പുളിങ്ങോത്തുനിന്നാണെങ്കിൽ 16 കിലോമീറ്റർ വരും. ഇനി അതേ സംബന്ധിച്ച് ആലക്കോട്, നേരത്തെ ഒരു വീഡിയോയിൽ കേട്ടിരുന്നു ഇരിക്കൂറും അതുപോലെ തളിപ്പറമ്പും പയ്യന്നൂരും അസംബ്ലിയിലൊക്കെ പെട്ടവർക്ക് ഏറ്റവും എളുപ്പമുള്ള ഒരാളാണ്. ഒരിക്കലുമല്ല. അതായത് ദൂരത്തിൻ്റെ ലാഭത്തിൽ ഇരിക്കൂർ അസംബ്ലിയിൽ വരുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ തളിപ്പറമ്പ് അസംബ്ലിയിൽ വരുന്ന ആളുകൾക്ക് ഒരിക്കലും ഈ റോഡ് 1 കിലോമീറ്റർ പോലും ദൂരം കുറയ്ക്കുന്നില്ല. ചെറുപുഴ പഞ്ചായത്തിലെ മഞ്ഞക്കാട് മുതൽ തന്നെ ഏതാണ്ട് 2 കിലോമീറ്റർ അധികമാണ് പുളിങ്ങോം ഭാഗമണ്ഡലം പാത നൽകുന്നത്. ഇനി ആലക്കോടത്തെ കണക്ക് ഞാൻ പറയാം. ആലക്കോട് നിന്ന് വിരാജ്പേട്ട മൈസൂർ റോഡിന് ദൂരം 176 കിലോമീറ്ററാണ്. അത് ആലക്കോട് നിന്ന് പുളിങ്ങോം തലക്കാവേരി വഴി മൈസൂരേക്ക് നോക്കിയാൽ 210 കിലോമീറ്ററാണ്. 34 കിലോമീറ്റർ അധികം സഞ്ചരിക്കുന്നുണ്ട് ആലക്കോടുകാർ ആലക്കോട് പഞ്ചായത്തിലുള്ള എന്ന് പറയുന്നില്ല, ആലക്കോട് ടൗണിൽ നിന്നും 34 കിലോമീറ്റർ അധികം സഞ്ചരിക്കേണ്ടി വരും പുളിങ്ങോം പാത ഉപയോഗിച്ചാൽ, പുളിങ്ങോം തലക്കാവേരി പാത ഉപയോഗിച്ചാൽ. അത് വിരാജ്പേട്ടയാണെങ്കിൽ ആ 34 കിലോമീറ്ററിൻ്റെ ഒരു ദൂരത്തിൻ്റെ കുറവുണ്ടായിരിക്കും. ഇനി നമ്മൾ മുമ്പേ പാടിച്ചാലിൻ്റെ കണക്ക് പറഞ്ഞു. പാടിച്ചാൽ തുല്യമാണ്. പിന്നെ വിരാജ്പേട്ടയ്ക്ക് 197 കിലോമീറ്റർ തട്ടുമ്മൽ വഴി ആലക്കോട് റോഡിലൂടെ സഞ്ചരിച്ചാൽ 197 കിലോമീറ്ററാണ്. ഇനി പുളിങ്ങോം വഴി സഞ്ചരിച്ചാൽ 196 കിലോമീറ്റർ, 1 കിലോമീറ്റർ ലാഭം ഉണ്ടാകാം പാടിച്ചാൽ സ്വദേശികൾക്ക്. പിന്നെ അപ്പുറത്തേക്കുള്ളത് അല്ലെങ്കിൽ പെരിങ്ങോം പയ്യന്നൂരോട്ട് പോകുന്നവരെല്ലാം ഇതാണ്. പക്ഷേ പയ്യന്നൂരുള്ള പയ്യന്നൂരുള്ള ആളുകൾ ഏതാണ്ട് 23 കിലോമീറ്ററോളം അധികം സഞ്ചരിക്കേണ്ടി വരും. ഇനി അതിനെക്കുറിച്ച് പറഞ്ഞു വരുന്നത് കേട്ട CRPF-നും ഈ വഴി പോയാലോ അല്ലെങ്കിൽ പുളിങ്ങോം വഴി പോയാലോ വിരാജ്പേട്ട വഴി പോയാലോ ദൂരത്തിൽ ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. അവർക്കും അത് തുല്യമായ ഒരു അളവായിരിക്കും ആ റോഡ് വരുന്നത്. ഇനി ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ടാണ് ഏഴിമല നേവൽ അക്കാദമിക്ക്
ബാംഗ്ലൂരുമായി എളുപ്പത്തിൽ എത്തിച്ചേരാവുന്ന ഒരു പാതയാണ് എന്നാണ്. എളുപ്പത്തിൽ എത്തിച്ചേരാവുന്നത്. ഇനി നമ്മൾ ഏഴിമലയിൽ നിന്നും ഇപ്പോൾ നിലവിൽ പോകുന്ന ദൂരം നമുക്ക് ചിന്തിക്കാം. ഏഴിമല, തളിപ്പറമ്പ് കൂടി വിരാജ്പേട്ട കൂടി നമ്മൾ പോവുകയാണെങ്കിൽ നിലവിൽ ഉള്ള ദൂരം 205 കിലോമീറ്ററാണ്. ഏഴിമലയിൽ നിന്നും നമ്മുടേക്ക് മൈസൂർ പാലസ് ആണെന്ന് ഞാൻ പറഞ്ഞു. ബേസിക്കായിട്ട് നമ്മൾ എടുത്തത് മൈസൂർ പാലസിലേക്കുള്ള ദൂരം 205 കിലോമീറ്ററാണ്. ആ സമയത്ത് ഏഴിമലയിൽ നിന്നും പുളിങ്ങോം കൂടി തലക്കാവേരി കൂടി നമ്മൾ പോയാൽ 233 കിലോമീറ്റർ സഞ്ചരിക്കേണ്ടി വരും. 28 കിലോമീറ്റർ ദൂരം ഏഴിമല നേവൽ അക്കാദമിയിൽ നിന്നും അധികം സഞ്ചരിക്കേണ്ടി വരും പുളിങ്ങോം റോഡിൽ കൂടി സഞ്ചരിച്ചാൽ. നിലവിലുള്ള പാതയാണ് അവർക്ക്, അതായത് 28 കിലോമീറ്റർ, അതായത് വനഭൂമി കട്ട് ചെയ്യേണ്ട അത്രയും സ്ഥലത്തേക്കാളും ലാഭമുണ്ട് മൈസൂർ പാതയ്ക്ക്, അല്ലെങ്കിൽ വിരാജ്പേട്ട വഴിയുള്ള മൈസൂർ പാതയ്ക്ക് ഏഴിമല നേവൽ അക്കാദമിയിലുള്ളവർക്ക്. ഇനി ചെറുപുഴ പഞ്ചായത്തിലുള്ളവർക്കാണ് ലാഭം. അതിൽ തന്നെ തിരുമേനി തൊട്ട് മഞ്ഞക്കാട് തൊട്ട് തിരുമേനി വരെയുള്ള ആളുകൾക്കോ അല്ലെങ്കിൽ രാജഗിരിക്കപ്പുറം ജോസ്ഗിരിയിലേക്കുള്ള ആളുകൾക്കോ ഒന്നും ആ റോഡ് നിലവിലുള്ള വിരാജ്പേട്ട വഴിയുള്ള റോഡിനേക്കാളും ലാഭകരമല്ല എന്ന് ഞാൻ പറഞ്ഞു. ഇനി ഇതിനേക്കാളും ലാഭം നൽകുന്നത് ഒരു പക്ഷേ ഈസ്റ്റളേരി പഞ്ചായത്തിലുള്ള ആളുകൾക്കായിരിക്കാം. ഈസ്റ്റളേരി പഞ്ചായത്തിൽ നമുക്കിപ്പോൾ ഒരു നല്ലൂമ്പുഴയിൽ നിന്നും പുളിങ്ങോത്തേക്ക് അല്ലെങ്കിൽ പാലാവരി വഴി നല്ല റോഡായിട്ടുണ്ട്. അപ്പോൾ ആ വഴി സഞ്ചരിച്ചാൽ ഏതാണ്ട് അവർക്കൊരു 7 കിലോമീറ്ററോളം ദൂരക്കുറവുണ്ട്. ഞാൻ കൂടുതൽ അതിൻ്റെ കണക്ക്, കാരണം ഏതാണ്ട് ഒരു 7 കിലോമീറ്റർ വരെ. പക്ഷേ ചെറുപുഴ കൂടി സഞ്ചരിച്ചാൽ ഈ പറയുന്ന 4 കിലോമീറ്ററിൻ്റെ ദൂരമുള്ളൂ. പുളിങ്ങോം വഴി സഞ്ചരിച്ചാൽ ചെറുപുഴ കൂടി ആര് വന്നാലും 4 കിലോമീറ്റർ പരമാവധി അവർക്ക് ലാഭം വരാനുള്ളൂ. പക്ഷേ പുളിങ്ങോം നല്ലോമ്പുഴ ഈസ്റ്റളേരി പഞ്ചായത്തിലുള്ള ആളുകൾ നല്ലോമ്പുഴ കൂടി പാലാവലി കൂടി പുളിങ്ങോത്തേക്ക് എത്തിയാൽ ഒരു 3 കിലോമീറ്റർ അല്ലെങ്കിൽ 7 കിലോമീറ്റർ ലാഭം ഉണ്ടാകാം. ഇനി നമ്മൾ മാലോം സ്വദേശികൾക്ക്, മാലോത്ത് നിന്നുള്ളവർക്ക് പാണത്തൂർ കൂടി പോയാൽ 213 കിലോമീറ്റർ വരും. പുളിങ്ങോം മാലോം പുളിങ്ങോം തലക്കാവേരി അങ്ങനെ ആ റോഡിലൂടെ സഞ്ചരിച്ചാൽ അവർക്ക് 203 കിലോമീറ്റർ. മാലോത്ത് നിന്നും ഒരു 10 കിലോമീറ്ററോടെ പുളിങ്ങോത്ത് കൂടി, അതായത് കാറ്റാങ്കവല വഴി പാലാവരി വന്ന് അങ്ങനെ വന്നാൽ ആ റോഡിൽ കൂടെ സഞ്ചരിച്ചാൽ, അതും മെക്കാടൊന്നുമല്ല, ചെറിയ പോക്കറ്റ് റോഡിൽ കൂടെ സഞ്ചരിച്ചാൽ നമ്മൾക്ക് ഏതാണ്ട് 10 കിലോമീറ്റർ മാലോത്ത് നിന്നുള്ള ലാഭമുണ്ട്. അല്ലെങ്കിൽ ചെറുപുഴ കൂടിയാ വരുന്നെങ്കിൽ ആ ലാഭവും ഇല്ലാതാകുന്നുണ്ട്. ഒരു പരിധി വരെ ചെറുപുഴയിനേക്കാളും പ്രാധാന്യം ഈസ്റ്റളേരിക്കാർക്കൊക്കെ ആയിരിക്കാം. അതിനകത്ത് ഒരു 10 കിലോമീറ്റർ ലാഭമേ പരമാവധി ഉള്ളൂ. അല്ലെങ്കിൽ പുളിങ്ങോത്ത് നിന്നുള്ള ലാഭം എന്ന് പറഞ്ഞാൽ കേവലം 17 കിലോമീറ്റർ ലാഭം. ഈ 17 കിലോമീറ്റർ സഞ്ചരിക്കാൻ വേണ്ടി നമ്മൾ കട്ട് ചെയ്യണമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ പുതിയ റോഡ് ഉണ്ടാക്കണമെന്ന് പറയുന്നത് 23 കിലോമീറ്റർ വനഭൂമിയാണ്. അതിൽ 13 കിലോമീറ്റർ വൈൽഡ് ലൈഫ് ഏരിയയാണ്. തലക്കാവേരി വന്യജീവി സംരക്ഷണ കേന്ദ്രം, അതുതന്നെ തലക്കാവേരി വന്യജീവി സംരക്ഷണവും കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിൽ വനത്തിൻ്റെ ഭാഗമായിട്ട് അത് അതീവ പരിസ്ഥിതി ദുർബല പ്രദേശമാണെന്ന് പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്തതാണ്. കുറച്ച് വർഷങ്ങൾക്ക് മലയിടിഞ്ഞ് തലക്കാവേരിയിൽ വലിയൊരു അപകടം നടന്നതും കുറച്ച് ആളുകൾ മരിച്ചതൊക്കെ ഒരു പക്ഷേ നിങ്ങളൊക്കെ ഓർമ്മിക്കുന്നുണ്ടാകും. അവിടെ ഒരു അതീവ പരിസ്ഥിതി ദുർബല പ്രദേശമെന്ന് വിലയിരുത്തപ്പെട്ട ഒരു ഏരിയയാണ്. വന്യജീവി സംരക്ഷണത്തിൽ കൂടി റോഡ് നിലവിൽ തന്നെ നമുക്കറിയാം. ബത്തേരി മൈസൂർ പാത അല്ലെങ്കിൽ നാഗർഹോളെ ആ പ്രദേശത്ത് കൂടിയൊക്കെയുള്ള സഞ്ചരിക്കുന്ന റോഡുകൾ രാത്രി 9 മണി തൊട്ട് രാവിലെ 6 മണി 7 മണി വരെയോളം റോഡ് അടച്ചിടുകയാണ് ചെയ്യുന്നത്. നിലവിൽ അങ്ങനെയാണ്. പക്ഷേ നമ്മളൊരു പുതിയ റോഡ് തുറക്കണമെന്ന് പറയുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന നേട്ടവും കൂടെ വിലയിരുത്തണം. ഒരു പറയുന്ന പോലെ 60 കിലോമീറ്റർ ലാഭം ഉണ്ടായിരുന്നെങ്കിൽ ശരിയാണ്, അല്ലെങ്കിൽ 70 കിലോമീറ്റർ ലാഭം ഉണ്ടെങ്കിൽ ശരിയാണ്. നിയമസഭയിൽ വരെ പറയുന്ന കണക്ക് 80 കിലോമീറ്റർ ലാഭമാണ് ഉള്ളതോ. കേവലം പരമാവധി ഉള്ളത് 16 കിലോമീറ്റർ ലാഭം, 64 കിലോമീറ്ററിൻ്റെ വ്യത്യാസമാണ് പറയുന്നത്. അപ്പോൾ ഇത് സംബന്ധിച്ച് ഒരു കൃത്യമായ കണക്കുകൾ വെച്ചിട്ടുള്ള വിലയിരുത്തൽ നടന്നിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഒരു പക്ഷേ ഈ റോഡ് ഒരു 60 അല്ലെങ്കിൽ 40 50 വർഷം മുമ്പ് ചർച്ച ചെയ്യപ്പെട്ടപ്പോൾ ചെറുപുഴയിൽ നിന്ന് ഇരിട്ടി വഴിയായിരുന്നു ഏറ്റവും, അല്ലെങ്കിൽ പാണത്തൂരോട് അന്നൊരു റോഡ് ഉണ്ടായിരിക്കാം. അപ്പോൾ അന്നത്തെ ചർച്ചകളിൽ ഒരു പക്ഷേ ഇരിട്ടിയിലോട്ടുള്ള പാതയൊക്കെ വളരെ മോശം റോഡൊക്കെ ആയിരിക്കാം. അന്നത്തെ കാലഘട്ടത്തിൽ ആളുകൾ ചർച്ച ചെയ്യുമ്പോൾ വളരെ ഈ റോഡിൽ വന്നാൽ എളുപ്പത്തിൽ മൈസൂരേക്ക് എത്തിച്ചേരാമെന്നല്ലോ അല്ലെങ്കിൽ ബാംഗ്ലൂരേക്ക് എത്തിക്കാനോ ഒരു എളുപ്പത്തിലൊരു റോഡുണ്ടല്ലോ എന്നൊക്കെ ആയിരിക്കും അന്ന് ചിന്തിച്ചത്. പക്ഷേ ഇന്ന് നമ്മൾ വിലയിരുത്തുമ്പോൾ, ഇന്ന് ആ റോഡുമായിട്ട് ഏറെ മുന്നോട്ട് പോകുമ്പോൾ, അതിനുവേണ്ടി സമയവും അല്ലെങ്കിൽ പണവും ഒക്കെ നഷ്ടപ്പെടുത്തി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ ലാഭം നോക്കിയാൽ ആ റോഡ് യാഥാർത്ഥ്യമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നേയില്ല. കാരണം പരമാവധി 16 കിലോമീറ്റർ, അത് തന്നെ ഏറ്റവും അടുത്തുള്ള ആൾ ഏറ്റവും കിട്ടുന്ന ദൂരമാണ് 16 കിലോമീറ്റർ. ചെറുപുഴയിലുള്ള ആളുകൾ, ചെറുപുഴ പഞ്ചായത്തിൻ്റെ സ്ഥിരാകേന്ദ്രം എന്നറിയപ്പെടുന്ന ചെറുപുഴയിൽ തന്നെ ആളുകൾക്ക് കേവലം 4 കിലോമീറ്റർ മാത്രം ലാഭം നൽകുന്ന റോഡ്. നിലവിൽ 2 റോഡ് പകര റോഡ് ഉണ്ടെന്ന് നമ്മൾ ചിന്തിക്കണം. മറ്റു റോഡ് ഇല്ലാത്തതല്ല, പാണത്തൂർ വഴി റോഡുണ്ട്, അപ്പുറത്തുകൂടി റോഡുണ്ട്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു ചർച്ചയിൽ വന്നത് ഇത് നമുക്കൊരു തീർത്ഥാടന പാതയായിട്ട് ഉപയോഗിക്കാം, പകൽ റോഡ്. ശരിയാണ്, അത് ഈ ചർച്ചകളിൽ ഏറ്റവും നല്ലൊരാശയം അതായിരിക്കാം ഒരു പക്ഷേ പകൽ റോഡ്. പക്ഷേ ആ പകൽ റോഡും ഇന്ന് ഞാൻ പറഞ്ഞു 99 വരെ വാഹനം കടത്തി വിട്ടുകൊണ്ടിരുന്ന റോഡാണ്. ഇന്ന് ആ റോഡുമായിട്ട് നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് ഇന്ന് എത്ര പേര് നമ്മൾ നടന്ന് ആ റോഡിൽ കൂടെ പോകുമെന്ന് എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. കാരണം ഒരു പക്ഷേ പോകുമായിരിക്കാം. പക്ഷേ ഇന്ന് വന്യജീവി ആക്രമണമൊക്കെ നമ്മൾ പണ്ടത്തെ കാലമൊക്കെ കൂടുതലാണ്. വന്യജീവി പ്രശ്നങ്ങളൊക്കെ അല്ലെങ്കിൽ മൃഗശല്യങ്ങളൊക്കെ കൂടുതലുണ്ട് ആ റോഡിൽ കൂടി. പ്രത്യേകിച്ച് ഒരു വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിലൂടെ ആ റോഡ് കടന്നു പോകുന്നത് എത്ര വേണം. ഇനി ഒരു ഓഫ് റോഡ് വണ്ടി കൂടി, ഒരു പകൽപാത എന്ന് പറഞ്ഞാൽ ഒരു റോഡ് തുറന്നു കിട്ടുകയാണ്. ഒരു ഓഫ് റോഡ് വാഹനത്തിൽ കൂടി നമ്മൾ 23 കിലോമീറ്റർ ഫോറസ്റ്റും അവിടെ നിന്ന് 8 കിലോമീറ്റർ എത്തിച്ചേർന്ന് വാഗമണ്ഡലത്തിലേക്ക് എത്താൻ 30 കിലോമീറ്റർ വരണം. നിലവിൽ പുളിങ്ങോത്ത് നിന്ന് 70 കിലോമീറ്ററാണ് വാഗമണ്ഡലം വരെ.
നമ്മുടെ നിലവിലുള്ള ടാറിംഗ് റോഡിൽ കൂടെ ഒരു 2-2.25 മണിക്കൂർ നിലവിലുള്ള റോഡിൽ കൂടെ അല്ലെങ്കിൽ പാണത്തൂർ കൂടി നമുക്ക് വാഗമണിൽ എത്തിച്ചേരാൻ സാധിക്കും. ഇനി ഫോറസ്റ്റിൽ കൂടെ ഒരു ഓഫ് റോഡിൽ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഗിയറിൽ നമ്മൾ ആ വണ്ടി സഞ്ചരിച്ചാൽ എനിക്ക് തോന്നുന്നു ഏതാണ്ട് ഒരു മണിക്കൂർ, 1.25-1.5 മണിക്കൂർ വരെ എടുക്കാം ആ റോഡിൽ കൂടി. അങ്ങനെ ഒരു പകൽ യാത്ര 1.5 മണിക്കൂർ എത്തുമെന്ന് പോലും അറിയില്ല, കാരണം അത്രയും വനഭൂമിയാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് സ്പീഡിലൊന്നും വാഹനം ഓടിക്കാനൊന്നും കഴിയില്ല. ഇനി അത് പകൽ മാത്രമേ ഉള്ളൂ. വന്യജീവി പ്രശ്നമൊക്കെയുള്ള റോഡിൽ കൂടെ ഇനി എത്രമാത്രം അത് എളുപ്പമാകുമെന്ന് എനിക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ പോലും പരമാവധി 1 മണിക്കൂർ നമുക്കൊരു ലാഭമുണ്ട്. ഇനി എണ്ണയുടെ കാര്യത്തിലോ ഇന്ധന ചെലവിൻ്റെ കാര്യത്തിലോ ഈ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡിൽ പോകുന്നതും ടോപ്പ് ഗിയറിൽ അല്ലെങ്കിൽ അതിനനുസരിച്ച് അടുത്തുള്ള ഒരു ഗിയറിൽ ആ വണ്ടി മറ്റു വണ്ടി അല്ലെങ്കിൽ കാറിൽ നമ്മൾ സഞ്ചരിക്കുന്നത് വെച്ച് നോക്കിയാൽ എണ്ണയിലും വലിയൊരു ലാഭമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഏതാണ്ട് 500 രൂപയുടെയൊക്കെ എണ്ണ അടിച്ചാൽ നമുക്ക് അവിടം വരെ എത്താൻ സാധിക്കും, എന്തായാലും വാഗമണ്ഡലം വരെ. പിന്നെ നമ്മൾക്ക് മൈസൂർ, ഞാൻ പറഞ്ഞു മൈസൂർ ഏഴിമല അല്ലെങ്കിൽ മൈസൂർ ബാംഗ്ലൂർ എന്നൊരു യാത്രയാണ് ഈ റോഡിന് ലാഭമായിട്ട് ഒരുപാട് ആളുകൾ പറയുന്നത്. പക്ഷേ വാഗമണലോ അല്ലെങ്കിൽ കുശാൽ നഗർ അവിടുത്തെ ജൈന ക്ഷേത്രമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരു ടൂറിസമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാൽ തീർച്ചയായിട്ടും ഈ റോഡ് ലാഭകരമായിരിക്കാം. കാരണം എങ്കിലും നമുക്ക് കുറവ് കിട്ടുന്ന 40 കിലോമീറ്ററാണ്. നിലവിലുള്ള റോഡിനേക്കാൾ 40 കിലോമീറ്റർ അല്ലെങ്കിൽ 1 മണിക്കൂറിൻ്റെ കുറവാണ് ഈ റോഡിൽ ഉണ്ടാകുന്നത്. അതല്ലാതെ ഒരു ടാറിംഗ് റോഡോ ഒക്കെ യാഥാർത്ഥ്യമാകുമെന്ന് വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ചിന്തിച്ചാൽ നമ്മളെ പോലെയാണ്, നമ്മൾ വെറുതെ പറയുന്നത് പോലെയല്ലല്ലോ, ഒരു വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണല്ലോ ചെയ്യുന്നത്. 2012 തന്നെ കർണാടക ഈ റോഡ് ഇനി സാധ്യമാകില്ലെന്നും അത് മുന്നോട്ട് പോകേണ്ടതില്ലെന്നും തീരുമാനിച്ചു. അതിൻ്റെ അടുത്ത കാലത്ത് തന്നെ അത് കേരളത്തിൻ്റെ നമ്മുടെ റോഡുമായി ബന്ധപ്പെട്ട അവരുടെ അതോറിറ്റിയുടെ കീഴിലുള്ള രേഖകളിൽ തന്നെ കർണാടകം 2012 ആ റോഡിൻ്റെ പ്രപ്പോസൽ അത് മടക്കിയതിനെക്കുറിച്ച് ഒരു രേഖയുണ്ട്. അപ്പോൾ ഈ റോഡിൻ്റെ ലക്ഷ്യം ലാഭം, റോഡിൻ്റെ ദൂരത്തിലെ ലാഭമാണെങ്കിൽ നടക്കില്ല. പിന്നെ ടൂറിസവുമായി ബന്ധപ്പെട്ട ഒരു സാധ്യതകൾ അത് തീർച്ചയായിട്ടും പരിഗണിക്കാവുന്നൊരു കാര്യമാണ്. പക്ഷേ ഞാൻ പറഞ്ഞു, ഇതിലേ പോയാൽ നമ്മൾ പുളിങ്ങോംകുടി തലക്കാവേരി പോയാൽ 30 കിലോമീറ്ററാണ് റോഡിനെങ്കിൽ ഈ പറഞ്ഞ പാണത്തൂർ വഴി സഞ്ചരിച്ചാൽ 70 കിലോമീറ്റർ, ഏതാണ്ട് 40 കിലോമീറ്റർ ലാഭം. 1 മണിക്കൂർ 1.25 മണിക്കൂറിന് ലാഭമാണ്. നമ്മളൊരു ടൂറിസവുമായിട്ടോ അല്ലെങ്കിൽ തീർത്ഥാടനമായിട്ടോ ദിവസവും പോകുന്ന ആളുകളല്ല, അല്ലെങ്കിൽ കുറച്ച് ദൂരം സമയം വൈകിയാൽ നമ്മൾ എത്തിച്ചേരുന്നതാണ്. അപ്പോൾ 1 മണിക്കൂറൊക്കെ ഒരു അധിക ദൂരമാണോ എന്ന് എനിക്കറിയില്ല. ആ റോഡിൻ്റെ ലാഭത്തെക്കുറിച്ചും മറ്റ് വികസന സാധ്യതകളൊക്കെ ആളുകൾ ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷേ അവിടെയും എനിക്ക് തോന്നി റോഡ് വന്നാലും ഒരു പരിധിയിലേറെ തിരക്ക് വരാനൊരു സാധ്യതയില്ലെന്നാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, തിരുമേനിയുള്ള ആളുകൾ വരെ നമ്മുടെ വീരാജ്പേട്ട കൂടി പോകുന്നതായിരിക്കാം അവർക്ക് ലാഭകരം. പയ്യന്നൂരിൽ നിന്നുള്ള ആളുകൾക്ക് തന്നെ 23 കിലോമീറ്റർ അധികം സഞ്ചരിക്കണം ഈ വഴി വന്നെങ്കിൽ. അപ്പം ഏഴിമല അപ്പുറത്തേക്കുള്ള ആളുകളെ കാര്യം നമ്മൾ ചിന്തിക്കേ വേണ്ട. പിന്നെ മാലോത്തിനപ്പുറത്തുള്ള ആളുകൾക്കും തീർച്ചയായിട്ടും പാണത്തൂർ വഴിയുള്ള നിലവിലുള്ള റോഡുകളൊക്കെ ആയിരിക്കാം ലാഭകരം. അപ്പോൾ ഈ ചെറുപുഴ ഈസ്റ്റേരി പഞ്ചായത്തിലെ ആളുകളായിരിക്കാം കൂടുതൽ ആ റോഡൊക്കെ ഉപയോഗിക്കാനുള്ളൊരു സാധ്യത, ആ റോഡ് യാഥാർത്ഥ്യമായാൽ. അപ്പോൾ അവിടെയും അതിൻ്റെ ലാഭത്തെ സംബന്ധിച്ച് ഒരു സംശയവും അല്ലെങ്കിൽ അതിൻ്റെ നേട്ടത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യുമ്പോൾ ദിവസവും നമ്മളാരും പോകുന്നില്ലോ. നമ്മുടെ ഒരു നാട്ടിൽ, നമ്മുടെ ഒരു ചെറിയ പ്രദേശത്തെടുത്ത് നിങ്ങളുടെ അയലത്ത്, നിങ്ങളുടെ ഒരു ചെറിയ ഗ്രാമത്തിലെ ആളുകൾ ആ വഴി എത്ര സഞ്ചരിക്കും? ഒരു ദിവസം കൂടിപ്പോയാൽ ഒരു വണ്ടി അത് തന്നെ നമുക്ക് പോകുന്നുണ്ടാവില്ല. ഈ പറയുന്ന മൈസൂരേക്കോ ബാംഗ്ലൂരേക്കോ. പിന്നെ കുട്ടികളൊക്കെ, നമ്മളൊക്കെ ആദ്യമൊക്കെ ചിന്തിച്ചത് ഒരുപാട് കുട്ടികൾ, നമ്മുടെ വിദ്യാർത്ഥികളൊക്കെ മൈസൂർ അല്ലെങ്കിൽ ബാംഗ്ലൂരൊക്കെ പഠിക്കുന്നു, ഒരുപാട് പേര് ജോലി ചെയ്യുന്നു, അവർക്കൊക്കെ എളുപ്പപാതയാണല്ലോ ഒന്ന്. പക്ഷെ ആ ദൂരം നോക്കിയാൽ കേവലം 4 കിലോമീറ്ററേ ഉള്ളൂ. പക്ഷെ അതിനുവേണ്ടി നഷ്ടപ്പെടുത്തേണ്ടത് 23 കിലോമീറ്റർ വനഭൂമിയാണ്. പുളിങ്ങോത്ത് നിന്നുള്ള ലാഭം 16 കിലോമീറ്ററാണ്, നഷ്ടപ്പെടുത്തേണ്ടത് 23 കിലോമീറ്റർ ലാഭം. ലാഭത്തിൻ്റെ ഏതാണ്ട് ഇരട്ടി ദൂരത്തോളം വനഭൂമി കട്ട് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ വനഭൂമിയിൽ കൂടെ പുതിയ റോഡ് ഉണ്ടാക്കണം. പിന്നെ അടുത്ത കാലത്ത് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ചയിൽ പറഞ്ഞു എലവേറ്റഡ് പാത എന്നത്. പക്ഷേ അതും നമ്മളതിൻ്റെ കണക്ക് നോക്കിയാൽ ഇന്ത്യയിൽ 23 കിലോമീറ്റർ വനഭൂമിയിൽ കൂടി മറ്റൊരു എലവേറ്റഡ് പാത ഇല്ല. അതിൽ ഫില്ലറിലോ എന്തെങ്കിലും നിർമ്മിച്ച ഒരു റോഡില്ല. ഇനി അതിൻ്റെ ചെലവ് നമ്മൾ നോക്കി 23 കിലോമീറ്റർ എലവേറ്റഡ് പാത വന്നു കഴിഞ്ഞാൽ ഏതാണ്ട് 1000 കോടി രൂപയോളം ചുരുങ്ങിയത് നമുക്ക് ചിലവ് വരും. 40 ഒരു 2 ലൈനായിട്ട് റോഡ് നിർമ്മിച്ചാൽ പോലും ഒരു എലവേറ്റഡ് പാത ഫില്ലറുകളിൽ അത് തീർത്തിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് 1000, ഒരു കിലോമീറ്റർ 50 കോടി രൂപ വെച്ച് 23 കിലോമീറ്റർ 1150 കോടി രൂപയെങ്കിലും ചിലവ് വരും. അത് യാഥാർത്ഥ്യമാകുമോ അങ്ങനെ ഒരു റോഡ്? നമുക്ക് നിലവിൽ ഇന്ത്യയിൽ പോലും അങ്ങനെ റോഡില്ല എന്നാണ് ഞാൻ ഗൂഗിളൊക്കെ ചെയ്ത് നോക്കി കഴിയുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ആ റോഡിൻ്റെ പ്രാധാന്യമാണ് ഞാൻ പറഞ്ഞത്. ആ കണക്കുകളിലെ ലാഭമാണ്. 80 കിലോമീറ്റർ ലാഭം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അത്തരം ഒരു പാതയ്ക്ക് വേണ്ടി ശ്രമിക്കുകയും ചെയ്യും. ഇവിടെ 50 കിലോമീറ്റർ ആണെങ്കിൽ പോലും ആ 50 കിലോമീറ്റർ ദൂരക്കുറവ് ആ റോഡ് യാഥാർത്ഥ്യമാകുന്ന, അല്ലെങ്കിൽ അതിനുവേണ്ടി വരുന്ന ഒരു ചെലവ്, അതൊരു ചിലവായിട്ട് നമുക്ക് കൂട്ടാൻ കഴിയില്ല. പക്ഷേ വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിൽ കൂടെ 23 കിലോമീറ്ററോളം ദൂരത്തിൽ നമ്മളൊരു പാത ഒരുക്കുമ്പോൾ, അതിൽ തന്നെ 23 കിലോമീറ്റർ റോഡിലെ 13 കിലോമീറ്റർ വന്യജീവി സംരക്ഷണത്തിൽ കൂടെ ഒരു പുതിയ പാത ഒരുക്കുമ്പോൾ അതിൻ്റെ നേട്ടം സംബന്ധിച്ച് നമുക്ക് ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. ചെറുപുഴയിലുള്ള ആളുകൾ ഒരുപാട് ഇതിനുവേണ്ടി അധ്വാനിച്ചിട്ടുണ്ട്. ഒരുപാട് മൺമറിഞ്ഞു പോയ ഒരുപാട് ആളുകൾ ഇതിൻ്റെ നേട്ടത്തിന് വേണ്ടി റോഡ് യാഥാർത്ഥ്യമാകാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ആ കണക്കുകളിൽ എവിടെയോ ഒരു തെറ്റിദ്ധാരണ ആളുകൾക്ക് വന്നിട്ടുണ്ട്. ആ തെറ്റിദ്ധാരണ വാമൊഴിയായിട്ടൊക്കെ
പകർന്ന് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് പേര് ആ റോഡിൻ്റെ ലാഭത്തെ സംബന്ധിച്ച ഒരു തെറ്റായ ചിന്തയാണ് മനസ്സിൽ സൂക്ഷിക്കുന്നത്. ഞാൻ ഈ റോഡിലെ വരുന്നതിനെക്കുറിച്ചോ അല്ലെങ്കിൽ ആ റോഡ് വരുന്നതിനെ എതിർക്കാനല്ല കേട്ടോ എൻ്റെ വീഡിയോയുടെ ലക്ഷ്യം, മറിച്ച് നമ്മുടെ കണക്കുകളൊന്ന് കൃത്യമാക്കുക എന്നതാണ്. ആളുകളുടെ മനസ്സിൽ അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ ആ ധാരണ നമ്മൾ തിരുത്തണം. നമ്മൾ റോഡിന് വേണ്ടി ശ്രമിക്കുമ്പോൾ അതിൻ്റെ ലാഭം എന്തായാലും ചർച്ച ചെയ്യപ്പെടുന്നതാണല്ലോ. പിന്നെ ഈ പുളിങ്ങോത്തുനിന്നൂടെ അങ്ങനെ ഒരു വന്നാൽ തീർച്ചയായിട്ടും ഈ നാടിനൊരു വികസനമായിരിക്കും, ചെറുപുഴ നാടിനൊരു വികസനത്തിൻ്റെ ഒരു സാധ്യതയുണ്ട്. പക്ഷേ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ അതിൽ സഞ്ചരിക്കുന്ന ആളുകളുടെ എണ്ണം കുറവായാൽ സ്വാഭാവികമായിട്ട് റോഡ് വന്നാൽ പോലും പിന്നീട് ആ റോഡ് മെയിൻ്റനൻസ് ചെയ്യുന്ന കാര്യമൊക്കെ എത്രമാത്രം എളുപ്പമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നിലവിലുള്ള പാതവര വിരാജ്പേട്ട റോഡൊക്കെ ഇത്രയും വാഹനങ്ങൾ സഞ്ചരിക്കുന്ന കണ്ണൂർ തലശ്ശേരി ഭാഗത്തു നിന്നൊക്കെ ആളുകൾ സഞ്ചരിച്ചിട്ട് പോലും അത് അത്ര നല്ല രീതിയിൽ സൂക്ഷിക്കാനൊന്നും പലപ്പോഴും കഴിയുന്നില്ലാത്തൊരു സാഹചര്യത്തിൽ ഏതായാലും ഈ റോഡ് യാഥാർത്ഥ്യമാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ കണക്കുകളും അതിൻ്റെ ലാഭവും വെച്ച് ചിന്തിച്ചാൽ ഈ റോഡ് യാഥാർത്ഥ്യമാകുന്നതിനെക്കുറിച്ച് എനിക്കും ആശങ്കയുണ്ട്. ഏതായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് സമർപ്പിക്കുന്നു. വീഡിയോ പൂർണ്ണമായും കാണട്ടെ, അല്ലെങ്കിൽ അല്പമൊക്കെ കണ്ടവരൊക്കെ ആണെങ്കിൽ പൂർണ്ണമായും കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ചെറുപുഴയ്ക്ക് അപ്പുറത്തുള്ള ആളുകളല്ല, ചെറുപുഴയിലുള്ള ആൾക്കാർക്ക് അത് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഏതായാലും ഇന്ന് എന്നെ ശ്രമിച്ച എൻ്റെ പ്രിയപ്പെട്ടവർക്ക്, ചെറുപുഴ നാട്ടുകാർക്ക്, അല്ലെങ്കിൽ എന്നെ ശ്രമിക്കുന്നവർക്ക് ഏറെ നന്ദി അർപ്പിച്ചുകൊണ്ട് മറ്റൊരു അവസരത്തിൽ മറ്റൊരു വീഡിയോയുമായി സീനോവിനുമായി വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോടെ ഞാൻ എൻ്റെ വീഡിയോ നിർത്തട്ടെ.